കട്ടൻ ചായയും പരിപ്പോടെയും കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന പി ജയരാജൻ്റെ ആത്മകഥയാണല്ലോ രാഷ്ട്രീയ വൃത്തങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ പുസ്തകത്തെപ്പറ്റിയുള്ള ചർച്ച നടക്കുന്ന CPIഎമ്മിനകത്തോ അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയത്തിലോ പി ജയരാജൻ്റെ നിലപാട് എന്താണെന്ന കാര്യം അറിയുന്നവർ ആരും അതിൽ സംശയം പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് വസ്തുത. പി കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയിലെ അടുപ്പക്കാരോടോ അദ്ദേഹത്തിൻ്റെ മറ്റ് അടുപ്പക്കാരോടോ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് പുസ്തക രൂപത്തിൽ ഇപ്പോൾ പുറത്തായത്. എന്നാൽ അതിൻ്റെ ഉള്ളടക്കത്തെ അദ്ദേഹം ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. DC പ്രസാധനം മാറ്റിവെച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. എന്നാൽ CPIഎമ്മിനകത്ത് നിന്ന് ഉയർന്നു വരുന്ന വികാരം പിയെ കൊണ്ട് പൊറുതിമുട്ടി പാർട്ടി എന്നതാണ്. കാരണം പി കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരം വിവാദങ്ങളിൽ ഏർപ്പെടുന്നു, നിരന്തരം പ്രതികരണങ്ങൾ നടത്തി കുഴപ്പത്തിൽ ചാടുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുസ്തകം എഴുതിയും പി ഒരു പാർട്ടിയെ അവതാളത്തിലാക്കിയിരിക്കുന്നു എന്നതാണ് പാർട്ടിക്കകത്ത് ഉയരുന്ന ഒരു പൊതുവികാരം. പാർട്ടി നേതൃത്വം ഇപ്പോൾ പി ജയരാജനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഗൂഢാലോചനയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും പാർട്ടി പൂർണ്ണമായും പി ജയരാജനെ വിശ്വസിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം പുസ്തകത്തിൻ്റെ അച്ചടിച്ച കോപ്പി സഹിതമാണ് 24 ആ വാർത്ത പുറത്തുവിട്ടത്. ഇവിടെ പി ജയരാജൻ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഒരു കടുത്ത പ്രതികരണത്തിലേക്ക് പാർട്ടി നേതൃത്വം പോകാത്തതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി പാർട്ടിക്കകത്ത് ലഭിച്ച രണ്ടേ നേതാക്കളെ CPIഎമ്മിൻ്റെ സമീപകാല ചരിത്രത്തിലുള്ളൂ. അതിലൊന്ന് VS അച്യുതാനന്ദനും മറ്റൊന്ന് പി ജയരാജനുമാണ്. VS അച്യുതാനന്ദൻ ഒരു ആശയപ്രശ്നത്തിൽ ഉയർത്തി അല്ലെങ്കിൽ ഒരു കോസിന് വേണ്ടിയുള്ള നടത്തിയ പോരാട്ടങ്ങളാണ് അച്ചടക്ക ലംഘനത്തിനും വഴിവെച്ചത്, പാർട്ടിക്കകത്ത് അത്തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചത്. എന്നാൽ പി ആകട്ടെ നിരന്തരമുള്ള പ്രതികരണങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും ഒടുവിൽ പുസ്തകമെഴുത്തിൽ കൂടിയുമാണ് ഒരു അച്ചടക്ക ലംഘനത്തിൻ്റെ ശൈലിയിൽ അല്ലെങ്കിൽ അത് ക്ഷണിച്ചു വരുത്താവുന്ന ചില ഇടപെടലുകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ പിയെ അങ്ങനെ ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ കഴിയില്ല. കാരണം 2000 മുതൽ ഇങ്ങോട്ട് CPIഎമ്മിനകത്ത് കൃത്യമായി പറഞ്ഞാൽ 98-ലെ പാലക്കാട് സമ്മേളനത്തിന് ശേഷം ഇങ്ങോട്ട് ചടയൻ ഗോവിന്ദൻ്റെ നിര്യാണത്തിന് ശേഷം പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി അധികാരമേൽക്കുന്ന കാലം മുതൽ ഇങ്ങോട്ട് ഉണ്ടായ വിഭാഗീയ പ്രശ്നങ്ങളിലൊക്കെ പിണറായിക്ക് സംരക്ഷണ കവചം ഒരുക്കി പാർട്ടിയെ ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരത്തിയതിൻ്റെ മുഖ്യ ചാലകശക്തി പി ജയരാജനായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷത്തെ നേതാവ് പിണറായി ആയിരുന്നില്ല, പി ജയരാജനായിരുന്നു. പിയാണ് ഇതിനുവേണ്ടി കരുനീക്കങ്ങൾ നടത്തിയത്. പാർട്ടി പിടിച്ച് പിണറായിക്ക് മുന്നിൽ ഒറ്റക്കെട്ടായി അണിനിരത്തിയതൊക്കെ പിയാണ്. അതിനുവേണ്ടി നീ സ്വീകരിച്ച മാർഗങ്ങൾ, അതിനുവേണ്ടി നടത്തിയ ഇടപെടലുകളൊക്കെ പിക്ക് മാത്രം അറിയാവുന്ന പിയുടേതായ വഴികളായിരുന്നു എന്നതും ഈ CPIഎമ്മിൻ്റെ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ കാണും. അങ്ങനെയുള്ള ഒരാളെ, അതായത് പിണറായി വിജയന് വേണ്ടി കൈമയുമേർന്ന് പൊരുതിയ പാർട്ടിയെ VS അച്യുതാനന്ദൻ ഒരുപക്ഷെ പിളർത്തുമെന്ന ഘട്ടത്തിൽ പോലും പാർട്ടിയെ ഒറ്റക്കെട്ടായി തൻ്റെ പിണറായിക്ക് മുന്നിൽ അണിനിരത്തിയതിനുള്ള ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ഒരാളായിരുന്നു പി. അങ്ങനെയുള്ള പിയെ പെട്ടെന്ന് തള്ളിക്കളയാൻ പിണറായി വിജയന് കഴിയില്ല. അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള സംഭാവനകളെ വിസ്മരിക്കാൻ പിണറായിക്കൊപ്പം നിൽക്കുന്നവർക്കും കഴിയില്ല. അതുകൊണ്ടാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതൊഴിച്ചാൽ മറ്റ് അച്ചടക്ക നടപടികളിലേക്ക് പി ജയരാജൻ എതിരെ നടപടികളിലേക്ക് CPIഎം നേതൃത്വം പോകാതിരുന്നത് എന്നതാണ് വസ്തുത. എന്നാൽ ഇങ്ങനെ നിരന്തരം അച്ചടക്ക ലംഘനം നടത്തുമ്പോൾ പാർട്ടിക്ക് അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയും. പ്രത്യേകിച്ചും ലെനിനിസ്റ്റ് സംഘടനാ തത്വപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് ഇപ്പോഴും അത്തരമൊരു രീതികൾ പിന്തുടരുന്ന പാർട്ടിക്ക് അതിന് കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്നാൽ അവിടെയും ഉത്തരം ഇതാണ്, പി ആയതുകൊണ്ട് മാത്രം മറികടക്കുന്ന ചില പ്രതിബന്ധങ്ങളാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പി ജയരാജൻ്റെ ഇത് പാർട്ടിയോടുള്ള പിണക്കത്തിന് അങ്ങ് 2000 മുതലുള്ള പഴക്കങ്ങളുണ്ട്. പല ഘട്ടങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഈ പിണക്കങ്ങൾ അല്ലെങ്കിൽ നീരസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പി പ്രകടിപ്പിക്കുന്ന കുറച്ച് നേരം ആൾ മാറി നിൽക്കും. 2000-ൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇപ്പോൾ മാതൃഭൂമിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററൊക്കെ ആയിരുന്ന ഇപ്പോഴും മാതൃഭൂമിയിലുള്ള പി ശശീന്ദ്രൻ എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ അന്ന് മാതൃഭൂമിയിലൊരു വാർത്ത എഴുതി, പി ജയരാജൻ രാഷ്ട്രീയം മതിയാക്കുന്നുവെന്ന്. പിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് പി ശശീന്ദ്രൻ എന്ന മാധ്യമപ്രവർത്തകൻ. അദ്ദേഹം ഇന്നും ഈ വിവാദ സമയത്തും ശശീന്ദ്രൻ എന്നെ വിളിച്ചു എന്ന് പറയുന്നു, അത് പി ഉദ്ദേശിക്കുന്നത് പി ശശീന്ദ്രനെ തന്നെയാണ്. അപ്പോൾ അന്ന് ഈ വാർത്ത വന്നതിന് പിന്നാലെ അത് വലിയ ചർച്ചാ വിഷയമായി, പത്രങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി. എന്നാൽ പി അത് നിഷേധിച്ചു. ഇങ്ങനെ ഒരു വിവാദം വരുമ്പോൾ നേരെ മലക്കം മറിയുന്ന ഒരു ശൈലി പിക്ക് അന്ന് മുതലേ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ പി ശശീന്ദ്രൻ എഴുതിയ മാതൃഭൂമിയിലെ ആ പഴയ വാർത്തയെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പരാമർശിച്ചത്. പി നിരന്തരം ഇങ്ങനെ ഇടപെടുന്നു, വളരെ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി, ദേശാഭിമാനിയുടെ ആധുനികവൽക്കരണത്തിൽ നിസ്തുലമായ സംഭാവനകൾ നൽകി. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾ പറയുമ്പോഴും ഒരു പകുതിയിൽ പിക്ക് ഒരു സൂക്ഷ്മതക്കുറവുണ്ട്. പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജാഗ്രതക്കുറവ്.
അങ്ങനെ ജാഗ്രതക്കുറവിന് ഏറ്റവും കൂടുതൽ തവണ CPM നേതൃത്വം ശാസിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശാസനാരൂപത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരേ ഒരു നേതാവ് EP ആണ്. സാന്റിയാഗോ മാർട്ടിൻ, ലോട്ടറി കച്ചവടക്കാരനായ ലോട്ടറി രാജാവെന്ന പേരിൽ അറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് ദേശാഭിമാനിക്ക് ബോണ്ട് വാങ്ങിയതടക്കമുള്ള വിവാദങ്ങളിൽ തൻ്റേതായ ഒരു ഭാഷ്യം ചമയ്ക്കുന്ന സമീപനമാണ് ഇന്നത്തെ ഈ ആത്മകഥയിൽ EP പറഞ്ഞിരിക്കുന്നത്. പാർട്ടി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് അനുമതി വാങ്ങിയ ശേഷമാണ് ബോണ്ട് വാങ്ങിയത് എന്നാണ് EP ഈ ആത്മകഥയിലൂടെ പുറത്തു വന്ന വിവാദ ആത്മകഥയിലൂടെ പേജുകളിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അത് പാർട്ടിയെ തന്നെ കുഴപ്പത്തിലാക്കുന്നൊരു കാര്യമാണ്. കാരണം ബോണ്ട് വിവാദം പുറത്തു വന്നു, അത് ചർച്ചയായപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടി EP-യെ ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ സ്ഥാനത്ത് മാറ്റിയിരുന്നു. അന്ന് അദ്ദേഹത്തിന് പകരം P. ജയരാജനാണ് ആ സ്ഥാനത്തേക്ക് വന്നത്. അന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിലെ നിരീക്ഷണം ഇതായിരുന്നു: ഈ ലോട്ടറി രാജാവിൽ നിന്ന് ബോണ്ട് വാങ്ങുന്ന കാര്യത്തിൽ, അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ EP ജയരാജന് ഒരു ജനറൽ മാനേജർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന് ജാഗ്രതക്കുറവുണ്ടായി എന്നാണ് നിരീക്ഷിച്ചത്. അങ്ങനെ ജാഗ്രതക്കുറവ് പിന്നീട് നിരവധി ഘട്ടങ്ങളിലുണ്ടായി. അത് ഏറ്റവും ഒടുവിൽ 2015 മന്ത്രിയായിരിക്കെ അദ്ദേഹം ബന്ധുനിയമന വിവാദത്തിൽപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി PK ശ്രീമതിയുടെ മകൻ സുധീറിന് KSIയിൽ നിയമനം കൊടുത്തതുമായി ബന്ധപ്പെട്ട ആണ് അദ്ദേഹം വിവാദത്തിലായത്. അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു ആ ഘട്ടത്തിൽ. അങ്ങനെ അപ്പോഴും പാർട്ടി നിരീക്ഷിച്ചത് ജാഗ്രത കുറവാണ്. പിന്നീട് ഒരു വർഷത്തിന് ശേഷം പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഈ വിജിലൻസിൽ നിന്ന് കുറ്റമുക്തനായ ശേഷം തിടുക്കത്തിൽ മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിച്ചെങ്കിലും EP-ക്ക് പെട്ടെന്ന് സാധിക്കാത്തപ്പോഴും EP പാർട്ടിയുമായി പിണങ്ങിയിരുന്നു ആ ഘട്ടത്തിൽ. പിന്നീട് മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വന്ന് ഊർജ്ജസ്വലനായി പ്രവർത്തിച്ചു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വീണ്ടും അദ്ദേഹത്തിന് മട്ടന്നൂരിൽ നിന്ന് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. മട്ടന്നൂരിൽ നിന്ന് മത്സരിക്കാൻ താല്പര്യമുണ്ടായി. അദ്ദേഹത്തിന് സീറ്റില്ല എന്ന് അദ്ദേഹം അറിഞ്ഞത് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമ്പോഴാണ്. ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ആരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കണമെന്ന് ധാരണയിലെത്തി. അപ്പോഴും EP-ക്ക് താൻ മട്ടന്നൂരിൽ തന്നെ വീണ്ടും ജനവിധി തേടും എന്നായിരുന്നു മനസ്സിൽ ഉണ്ടായിരുന്ന ധാരണ. അങ്ങനെ EP കണ്ണൂരിലെത്തി അവിടുത്തെ ജില്ലാ സെക്രട്ടറിയോട് സംസാരിച്ചു. നമുക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കേണ്ടത്, അപ്പോൾ സെക്രട്ടേറിയറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ജില്ലാ സെക്രട്ടറിയിൽ എത്തുമ്പോഴാണ് അറിയുന്നത് മട്ടന്നൂരിൽ EP അല്ല, പകരം KK ശൈലജയാണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള ധാരണ വരുന്നത്. EP-ക്ക് അത് വളരെയധികം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതോടുകൂടി EP വീണ്ടും പാർട്ടി നേതാക്കളുമായി അത് ഒരു മാനസികമായ അകൽച്ചയിലായി. അത് സീറ്റ് നിഷേധിച്ചതിൽ മാത്രമല്ല EP-ക്ക് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട്, മറിച്ച് അദ്ദേഹത്തിന് ഈ തീരുമാനം താൻ അറിയേണ്ട വേദി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ആയിരുന്നില്ല, മറിച്ച് താൻ കൂടി അംഗമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ഘടകങ്ങളിലായിരുന്നു എന്ന് EP-ക്ക് ഒരു ധാരണയുണ്ടായിരുന്നു. അതാണ് കലഹത്തിന് കാരണം. ആ കലഹം മൂർച്ഛിപ്പിച്ചത് പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനമൊഴിഞ്ഞ് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി വരുമ്പോഴാണ്. MV ഗോവിന്ദൻ്റെ സ്ഥാനത്തിന് പകരം ഈ കോടിയേരിയുടെ പിന്മുറക്കാരനായി ഈ സെക്രട്ടറിയാകാൻ EP ആഗ്രഹിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. അപ്പോൾ EP-ക്ക് ഈ പാർട്ടിയുടെ പദവിയിലേക്ക്, നേതൃപദവിയിലേക്ക് വരാൻ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ പരിഗണിക്കാത്തത് അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടാക്കി. പിന്നീട് അദ്ദേഹം തുടർച്ചയായി പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി. PB അംഗത്വം കൂടി MV ഗോവിന്ദന് ലഭിച്ചതോടെ അദ്ദേഹം പൂർണ്ണമായും പാർട്ടിയിൽ നകന്നു. LDF കൺവീനർ എന്ന നിലയിൽ ഗവർണർക്കെതിരായി സംഘടിപ്പിച്ച രാജ്ഭവൻ വളയിലടക്കമുള്ള സമരത്തിൽ നിന്ന് EP വിട്ടുനിന്നു. എന്നിട്ട് പോലും EP-ക്കെതിരെ ഒരു നടപടിയെടുക്കാനോ അദ്ദേഹത്തെ കമ്മിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനോ ഉള്ള ഒരു കർശനമായ ഇടപെടൽ നടത്താനോ നേതൃത്വത്തിന് കഴിയില്ല. അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ EP ആയതുകൊണ്ട് മാത്രമാണ്. EP പാർട്ടി പിടിക്കാൻ, പാർട്ടിയെ ഔദ്യോഗിക നേതൃത്വത്തിന് പിന്നിൽ അണിനിരത്താനൊക്കെ നടത്തിയ ശ്രമങ്ങൾ, സംഭാവനകളെ നേതൃത്വത്തിന് പാടെ തള്ളിക്കരാൻ കഴിയില്ല. മാത്രമല്ല EP മനസ്സ് തുറന്നാൽ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നത് വലിയ അണക്കെട്ട് പൊട്ടി പോലുള്ള വിവരങ്ങളുടെ, രഹസ്യങ്ങളുടെ ഒരു കലവറയായിരിക്കുമെന്ന് നേതാക്കൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുൻകാല പ്രവർത്തനങ്ങളുടെ ഒരു പ്രവർത്തനമാണ് EP-യുടെ ഈ കണ്ട ഇടപെടലുകൾക്കെല്ലാം അല്ലെങ്കിൽ ഈ കണ്ട അച്ചടക്ക ലംഘനങ്ങൾക്കെല്ലാം നടത്തുമ്പോഴും അദ്ദേഹത്തിന് മൂലധനമായിട്ടുള്ളത്, അദ്ദേഹത്തിനെ സ്വയം പ്രതിരോധമാക്കി മാറ്റാൻ കഴിയുന്നത് അദ്ദേഹത്തെ മുൻകാല പ്രവർത്തനങ്ങളുടെ ഈ മൂലധനം തന്നെയാണ്. എന്നാൽ EP-യുടെ ഭാവി എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. EP ജയരാജന് ഇപ്പോൾ 74 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹത്തിന് 2025 മെയ്യിലാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജനനത്തീയതി പ്രകാരം 75 വയസ്സാവുന്നത്. CPM-ൽ 75 വയസ്സ് പ്രായപരിധി നടപ്പിലാക്കിയത് കഴിഞ്ഞ 2021 കണ്ണൂർ പാർട്ടി കോൺഗ്രസ് മുതൽ ഇങ്ങോട്ടാണ്. അപ്പോൾ EP-ക്ക് 75 വയസ്സാകുന്നു. EP-ക്ക് വേണമെങ്കിൽ മാറാം. അങ്ങനെ ഒരു ഘട്ടത്തിൽ EP-യുടെ ഈ പ്രായപരിധി കണക്കിലെടുത്ത് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ വെച്ച് അദ്ദേഹത്തിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹം സജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറാൻ പോകുന്നു. അതുകൊണ്ട് അതുവരെ EP-യുടെ ഈ അച്ചടക്ക ലംഘനങ്ങൾക്കും കണ്ണടച്ചിരിക്കാം എന്ന് വിചാരിക്കുന്ന നേതാക്കളുമുണ്ട്. അതാണ് EP-ക്കെതിരെ മറ്റ് ഇടപെടലുകൾക്കൊന്നും പാർട്ടി പോകാത്തതിൻ്റെ ഒരു കാരണം. എന്നാൽ കഴിഞ്ഞ LDF കൺവീനർ സ്ഥാനത്ത് നീക്കം ചെയ്ത ശേഷം EP പിന്നീട് നടന്ന സംസ്ഥാന കമ്മിറ്റിയിലോ
തൊട്ടു പിന്നാലെ നടന്ന സംസ്ഥാന കമ്മിറ്റിയിലോ പിന്നീട് ഇങ്ങോട്ട് നടന്ന സംസ്ഥാന സെക്രട്ടറിയിലോ കമ്മിറ്റികളോ ഒന്നും പങ്കെടുത്തിട്ടില്ല. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ഒക്ടോബർ അവസാനം ചേർന്ന CPIഎമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും നവംബർ ആദ്യവാരം നടന്ന കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുത്ത് തനിക്കെതിരായ നടപടിയെ അദ്ദേഹം അവിടെ ചോദ്യം ചെയ്തു. LDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയത് തൻ്റെ ഫോറമായ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണമെന്ന് EP ആവശ്യപ്പെട്ടു അത്ര ഒരു പരാതി ഉന്നയിച്ചു. എന്നാൽ LDF കൺവീനർ സ്ഥാനം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു പദവിയല്ല, മറിച്ച് ഇവിടെ സംസ്ഥാന ഘടകം ആലോചിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നൊരു ചുമതലയാണ്. ആ ചുമതലയിൽ നിന്ന് മാറ്റാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാത്രം ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ മതി എന്നതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. മറിച്ച് അദ്ദേഹത്തിനെതിരെ താക്കീത് മുതലുള്ള ഏതെങ്കിലും അച്ചടക്ക നടപടി സ്വീകരിക്കുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എതിരായ നടപടി അദ്ദേഹത്തിൻ്റെ ഫോറമായ ഘടകമായ CPIഎം കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ വേണമായിരുന്നു. അത് പറഞ്ഞാണ് നേതൃത്വം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ഈ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞ ശേഷം കേരള ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി MV ഗോവിന്ദനെയും EP ജയരാജനെയും ഒരുമിച്ചിരുത്തി ഈ കാര്യങ്ങൾ സംസാരിച്ച് അവർക്കിടയിലുള്ള ചെറിയ നീരസങ്ങളോ പിണക്കങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം മഞ്ഞുരുക്കം നടത്തിയിട്ടാണ് വിട്ടത്. അങ്ങനെ ഈ വരുന്ന വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ EP തിരുവനന്തപുരത്തേക്ക് വരാൻ ടിക്കറ്റും ബുക്ക് ചെയ്തിരിക്കുമ്പോഴാണ് ഈ ആത്മകഥ എന്ന കാര്യം പൊട്ടി വീഴുന്നത്. അതോടുകൂടി ഇനി EP സ്വീകരിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്നാലും സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അത്രയ്ക്കും വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരേ സമയം രാഷ്ട്രീയമായും ഒരേ സമയം സംഘടനാപരമായുള്ള പ്രതിസന്ധിയാണ് EPയുടെ ഈ പുറത്തു വന്ന വിവാദ ആത്മകഥ CPIഎമ്മിന് മുന്നിൽ ഉണ്ടാക്കിയിരിക്കുന്നത്.